ഇതിനെ കൃത്യമായി രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഞാനെന്ന വ്യക്തിയല്ല അവരുടെ പ്രശ്നം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം. ഞാൻ കൃത്യമായ രാഷ്ട്രീയ നാടകങ്ങൾ ചെയ്യുന്ന നാടകക്കാരിയാണ്. എൻ്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് എൻ്റെ ശബ്ദവും എൻ്റെ ശരീരവും തന്നെയാണ്. അതിനെ സദാചാരബോധത്തോടെ കാണുന്നത് ചരിത്രബോധമില്ലായ്മയുടെ പ്രശ്നം മാത്രമാണ്. വേദനിപ്പിക്കുന്നില്ല. എൻ്റെ ആശയം കൃത്യമായി എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിയിട്ടുണ്ട്, അവർക്കത് പൊള്ളിയിട്ടുണ്ട്. ഇപ്പം ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഞാനിത് DYFIയുടെ വേദിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം, ഞാൻ പറയുന്ന ആശയമാണ് അവരുടെ പ്രശ്നം. DYFI സംസ്ഥാന സമ്മേളന വേദിയിൽ അവതരിപ്പിച്ച മിസ്സ എന്ന നാടകത്തിനെതിരെ വലിയ അധിക്ഷേപമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ഉയർന്നു വരുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് കൊടിയ പീഡനം നേരിട്ട സ്നേഹലത റെഡ്ഡിയുടെ ജീവിതം പറയുന്ന നാടകം കൂടിയാണ് മിസ്. എന്തായാലും നാടകത്തിൻ്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിലായിട്ടുള്ളൊരു സൈബർ ബുള്ളിങ് തന്നെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ഈ നാടകം അവതരിപ്പിച്ച ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററിൻ്റെ ആളുകളൊക്കെ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിന് തന്നെ ഈ നാടകത്തിൽ ഒരു ഭാഗം കട്ട് ചെയ്തു എന്ന് പറയുന്നത് ചിലങ്ക അവതരിപ്പിച്ച ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അധിക്ഷേപ രീതിയിലൊക്കെ തന്നെ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ചിന്നു നമുക്കൊപ്പം ചേരുന്നു. വലിയ സൈബർ ബുള്ളിംഗ് ആണ് നേരിടുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിനെ കൃത്യമായി രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഞാനെന്ന വ്യക്തിയല്ല അവരുടെ പ്രശ്നം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം. ഞാൻ കൃത്യമായ രാഷ്ട്രീയ നാടകങ്ങൾ ചെയ്യുന്ന നാടകക്കാരിയാണ്. എൻ്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് എൻ്റെ ശബ്ദവും എൻ്റെ ശരീരവും തന്നെയാണ്. അതിനെ സദാചാരബോധത്തോടെ കാണുന്നത് ചരിത്രബോധമില്ലായ്മയുടെ പ്രശ്നം മാത്രമാണ്. ഈ നാടകം പറയുന്ന പോലെ വലിയൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിലുള്ള നാടകത്തിൻ്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഇതാണ് അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവാണ് എന്ന രീതിയിലൊക്കെ തന്നെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്നുണ്ടോ? വേദനിപ്പിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ പറയുന്ന രാഷ്ട്രീയം, എൻ്റെ ആശയം കൃത്യമായി എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിയിട്ടുണ്ട്, അവർക്കത് പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇങ്ങനെ കുറേ സൈബർ ബുള്ളിങ് നടത്തുക, ഇങ്ങനെ ഇതുപോലെയുള്ള സദാചാര ബോധങ്ങൾ ഉണർത്തുക, ഇതൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അവർക്കിതിൽ പരം വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഒരു നാടകക്കാരി എന്ന നിലയിൽ ഞാൻ ഇനിയും നാടകം ചെയ്യും. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ നാടകം ചെയ്യും. ഞാൻ ആദ്യമായിട്ടല്ല രാഷ്ട്രീയ നാടകം ചെയ്യുന്നത്. ഇതിപ്പം വിവാദമായതുകൊണ്ട് മാത്രം ആളുകൾ അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ ലെബാർ റാഡിക്കിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് ബൂർഷ്വാ ഭരണാധികാരികൾ കരിവള്ളൂർ സമരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കരിവള്ളൂർ സമരത്തിൽ കോൺഗ്രസിൻ്റെ വലിയ വേട്ടക്കിരയായ കരിവള്ളൂർ സമര നായകനാണ് സഖാവ് AV കുഞ്ഞമ്പു. സഖാവ് AV കുഞ്ഞമ്പുവിൻ്റെ ഭാര്യയാണ് സഖാവ് ദേവയാനി. അങ്ങനെ ആർക്കും അറിയാത്തൊരു ചരിത്രമാണത്. സഖാവ് ദേവയാനി ആ കാലഘട്ടത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച്, അവരുടെ പോരാട്ടത്തെക്കുറിച്ച്, അവരനുഭവിച്ച അവരുടെ വിഷമതകളെക്കുറിച്ച്, അവർ നേരിട്ട വഴികളെക്കുറിച്ച് ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. ഉടപ്പിറപ്പ് എന്ന പേരിൽ ലെബാർ റാഡിക്കിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുർക്കിയിലെ ഏറ്റവും സ്വച്ഛാധിപതിയായ ഭരണാധികാരി ഹെർദോഗൻ്റെ ഭരണകൂടത്തിനാൽ ആക്രമിക്കപ്പെട്ട ഹെലൻ ബോലക്കിനെ കുറിച്ച് ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. ഈ നാട് നിശ്ചലമായപ്പോൾ, കോവിഡ് വന്ന് നാട് നിശ്ചലമായപ്പോൾ കലാകാരന്മാരായ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ആശങ്കപ്പെട്ടു നിന്ന സമയത്ത് ധൈര്യപൂർവ്വം ഞങ്ങൾ ഓൺലൈൻ നാടകമാണെങ്കിൽ ഓൺലൈൻ നാടകത്തിലൂടെ തന്നെ ഞങ്ങൾ ഹെലൻ ബോലക്കിനെ കുറിച്ച് നാടകം ചെയ്തിട്ടുണ്ട്. അന്നും ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയം തന്നെയാണ്. പക്ഷേ ഇപ്പം ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഞാനിത് DYFIയുടെ വേദിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം, ഞാൻ പറയുന്ന ആശയമാണ് അവരുടെ പ്രശ്നം. ശശികലയാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശശികല ടീച്ചർ എന്നാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ടീച്ചർ എന്താണ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? വിദ്യാർത്ഥി സമൂഹത്തിന് എന്താണ് ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കുക? ഒരു അധ്യാപകൻ എന്താണ് പറഞ്ഞു കൊടുക്കുക? കുട്ടികളെ എന്താണ് പഠിപ്പിക്കുക? ആ ഒരു വലിയ ചോദ്യം നമ്മൾ സമൂഹത്തിൽ ഉന്നയിക്കേണ്ട ആവശ്യമുണ്ട്. ശശികല പോലെയുള്ള ഒരാളെ എങ്ങനെയാണ് നമ്മൾ ടീച്ചർ എന്ന് വിളിക്കുക? സദാചാര ബോധമാണോ ഇവിടെയുള്ള കുട്ടികൾക്ക് അവർ പകർന്നു കൊടുക്കുന്നത്? അവരേത് രീതിയിലാണ് ടീച്ചർ എന്ന് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ശശികലയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ
അങ്ങനെ ഒരു വെറുതെ ഒരു നാടകം ചെയ്യുന്ന ഒരാളായിട്ട് എന്നെ കാണണ്ട. കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള, എൻ്റെ രാഷ്ട്രീയം കമ്മ്യൂണിസമാണ്, ആ ബോധമുള്ള വ്യക്തിയാണ് ഞാൻ ഇനിയും നാടകങ്ങൾ ചെയ്യും. ഈ നാടകത്തിൽ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടാണ് വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ആ സമയത്ത് ചിന്നു ധരിച്ച വസ്ത്രത്തെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ചാ വിഷയമായി കാണുന്നത്. ഒരു അഭിനേതാവിൻ്റെ ഏറ്റവും വലിയ ടൂളെന്ന് പറയുന്നത് അവരുടെ ശബ്ദവും ശരീരവുമാണ്. അത് വെച്ചാണ് അവർക്ക് പറയാനുള്ളത് പറയുക. അതാണ് ഞാൻ ചെയ്തത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവർ സോഷ്യൽ മീഡിയയിലിട്ട ആ വീഡിയോയ്ക്ക് പുറകിൽ അത് ആ സീനിൽ, നമ്മൾ ചെയ്യുന്ന ആ സീനിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് നമ്മൾ ആ സീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സ്നേഹലത റെഡ്ഡി മിസ്സ എന്ന ആക്ട് പ്രകാരം ജയിലിലായപ്പോൾ അനുഭവിക്കപ്പെട്ട ക്രൂര പീഡനങ്ങളുടെ ഒരു ചിത്രമാണത്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ ചിത്രീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് പറയുമ്പോൾ ഇവർക്ക് പൊള്ളും. അവരുടെ പ്രശ്നം ഞാൻ ധരിച്ച വസ്ത്രമോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ധരിച്ച വസ്ത്രമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ആ രീതിക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ കുറേ സൈബർ ബുള്ളിങ്ങുകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതവർ ചെയ്യട്ടെ. ഞാൻ നാടകം ചെയ്തുകൊണ്ടേയിരിക്കും, എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ സ്നേഹലത റെഡ്ഡിയെക്കുറിച്ച് ഇനിയും സമൂഹം കുറച്ചുകൂടി ബോധവാനാകേണ്ടതുണ്ട്. അല്ല അതിൽ കൂടുതൽ ഇടപെടണം, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ കൂടുതൽ ഉയർന്നു വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും ഉണ്ട്. സ്നേഹലത റെഡ്ഡിയെക്കുറിച്ച് ഒരുപാട് മനുഷ്യർക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. ഒരുപാട് മനുഷ്യർ ഇനിയും സ്നേഹലത റെഡ്ഡിയെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പം സ്നേഹലത റെഡ്ഡിയെക്കുറിച്ച് അവരാദ്യമായിട്ട് കേൾക്കുന്നതാണ്. അവർക്ക് നമ്മളൊരു ചരിത്രം കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹലത റെഡ്ഡിയെക്കുറിച്ച് ഇനിയും നന്നായിട്ട് എല്ലാവരും അറിയേണ്ടതുണ്ട്. ആളുകൾ ഇത് ഏറ്റെടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സൈബർ ബുള്ളിംഗ് ആണ്. ഇതിപ്പോൾ ചിന്നുവിനെതിരെ മാത്രമല്ല, നിരന്തരം ഓരോ കാലഘട്ടങ്ങളും, പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ കെ ശൈലജയ്ക്കെതിരെയൊക്കെ അത്തരത്തിലുള്ളൊരു നിരന്തരം ഇതൊരു സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ച് ഇത്തരം പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉള്ള ആളുകൾക്കെതിരെയുള്ളൊരു സൈബർ ബുള്ളിംഗ് വളരെ ഇടക്കാലത്ത് വളരെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതും രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ ശൈലജ ടീച്ചറായാലും ശ്രീമതി ടീച്ചറായാലും ഞാനായാലും ആരായാലും അവർക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുള്ള ആളല്ല, മറ്റു ഓപ്പോസിറ്റുള്ള പാർട്ടികളിലുള്ള ആളുകൾ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയം തന്നെയാണ് പ്രശ്നം. അല്ലാതെ അവർ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ പറ്റി ആരും ഒന്നും പറയില്ല. അതേ സ്ഥാനത്ത് അവർ പൊതുസമൂഹത്തിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ മാത്രമേ അത് പറയുന്നുള്ളൂ. അപ്പം ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനെതിരെ നമ്മൾ പ്രതിരോധിക്കും. എന്തായാലും നാടകത്തിൻ്റെ ഡയറക്ടർ കൂടിയായ ബിച്ചൂസ് ചിലങ്ക നമുക്ക് ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ മിസ്സ എന്ന നാടകം മുന്നോട്ട് വെക്കുന്ന ആശയം? എന്തുകൊണ്ടാണ് അത് വിമർശിക്കപ്പെടുന്നത്? മിസ്സ എന്നത് ഒരു വാക്ക്, അതിൻ്റെ ഒരു ടൈറ്റിൽ മാത്രമല്ല, അതൊരു ആക്റ്റാണ്. സത്യത്തിൽ ആ ആക്റ്റിനെ നമ്മൾ കാണുന്നത് ഒരു കാഴ്ചപ്പാടായിട്ടാണ്. കാരണം ചോദ്യം ചോദിക്കുന്ന മനുഷ്യരോട് ആ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുന്നതിൽ ഉപരിയായിട്ട് ആ ചോദ്യത്തെയും ചോദ്യകർത്താവിനെയും ഇല്ലാതാക്കുക, അത് ഏത് തരത്തിലാകണം, ഫിസിക്കലാണെങ്കിലും അല്ലാത്ത രീതിക്കാണെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഭരണകൂട ആശയമാണ് ഒരിക്കൽ ഉടലെടുത്ത മിസ്സ. അന്ന് ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ അന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസിൻ്റെ പ്രധാന നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധി അതിലകപ്പെടുകയും അവരുടെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്യപ്പെടുകയും അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുകയും ചെയ്യുന്നൊരവസ്ഥയിൽ അവരതിനെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന എതിർപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ്സ എന്ന് പറയുന്ന ആക്ട് ഉണ്ടാക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നമ്മൾ കാണുന്നുണ്ട് EVM അട്ടിമറിൻ്റെ അകത്തോടി പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലുമായിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം BJP ഭരണകൂടം എന്ത് ചെയ്യുന്നുണ്ട്, ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. ജയിച്ചു വന്ന പാർട്ടീനെ അങ്ങനെ തന്നെ ഹാക്ക് ചെയ്ത് അവരുടേതായത്തേക്ക് മാറ്റുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, EVMൻ്റെ അകത്തൂടെ ഹാക്ക് ചെയ്യപ്പെടുന്നത്. EVM ഹാക്ക് ചെയ്യപ്പെടും എന്നുള്ളത് ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അത് ഹാക്ക് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്നുള്ള പലപ്പോഴായിട്ട് പല ആളുകളും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ നാടകത്തിൽ സ്നേഹലത റെഡ്ഡി മാത്രമല്ല ഉള്ളത്. 1 മണിക്കൂർ 39 തുടങ്ങുന്ന 75 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജോർജ് ഫെർണാണ്ടസിലേക്ക് എത്തി. അവിടുന്ന് പിന്നീട് വരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പരിചയമില്ലാത്ത, ഒരുപക്ഷെ നിങ്ങൾ ചർച്ച ചെയ്യാതെ പോയ ഒരു മനുഷ്യനുണ്ട്, റോണ വിൽസൺ, കൊല്ലം നീണ്ടകരക്കാരനായിട്ടൊരു മലയാളി. അദ്ദേഹം എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് എത്താനുള്ള കാരണം? അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് വരുന്നു. പ്രധാനമന്ത്രിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതി, ഭീമാ കൊറാഗാവ് കേസിൽ അദ്ദേഹം കൂടി ഉൾപ്പെടുന്നു. അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് 6-7 വർഷം അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വന്നു, ജയിലിൽ കിടന്നു.
എന്നിട്ട് 10-12 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് അത് തെളിയിക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താണ് ലാപ്ടോപ്പിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നു, പിന്നെ മാർവൽ നെറ്റ്വെയർ എന്നൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നു, ഭരണകൂടം വ്യാജ തെളിവുകൾ ഉണ്ടാക്കുന്നു. പെഗാസസ് വിഷയമോ അങ്ങനെയുള്ള വളരെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന, പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന, ഭരണകൂടം നമ്മളെ എങ്ങനെയാണ് ഒരു ടൂളാക്കി മാറ്റിക്കൊണ്ട് അവരുടെ രീതിക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ഭരണകൂട ഭീകരതയാണ് മിസ പറയുന്നത്. അതിനകത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭരണകൂടത്തിൻ്റെ ഇത്തരം നരഹത്യകൾക്കെതിരെ, ഭീകരതകൾക്കെതിരെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ ധൈര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ശ്വാസം മുട്ടി മരിക്കാനാണോ തീരുമാനം? അതാണ് മിസ ദ ലാസ്റ്റ് ബ്രെത്ത് എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ നിരവധി വേദികളിൽ 9ഓളം വേദികൾ കീഴടക്കിയും തോന്നുന്നു. ഇനിയിപ്പോൾ കൂടുതൽ ഇടങ്ങൾ അവതരിപ്പിക്കാൻ തീരുമാനമുണ്ടോ? അതെ, ഈ നാടകം അവതരിപ്പിക്കാൻ തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേദികളിൽ അവതരിപ്പിക്കുക എന്നുള്ളതല്ല. അതൊരിക്കലും ഫ്ലോട്ടിംഗ് തിയേറ്റർ ചെയ്യാറില്ല. ഫ്ലോട്ടിംഗ് തിയേറ്റർ എപ്പോഴും നാടകങ്ങളെ കാണുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അത് അവാർഡുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവലുകൾക്ക് വേണ്ടിയിട്ടോ. ഞങ്ങൾ ഫെസ്റ്റിവലിലൊക്കെ പ്ലേ ചെയ്യൽ വളരെ കുറവാണ്. അധികവും ചെയ്യുക ഈ പറഞ്ഞ പൊതു ഇടങ്ങളിലാണ് ചെയ്യുക. അപ്പോൾ പൊതുജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ അധികം എടുക്കുക. നാടകം അവതരിപ്പിക്കും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ അത്ര വ്യത്യാസമില്ല. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ ഈ നാടകത്തിൻ്റെ ഈ ഒരു കഷ്ണം മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ, ഈ ഒരു ക്ലിപ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആർക്കും ഇതിൻ്റെ കണ്ടൻറ്റ് വ്യക്തമായിട്ട് ഇപ്പോഴും അറിയില്ല. ഈ നാടകം 1 മണിക്കൂർ ഇത്രയും 39 മിനിറ്റുള്ള ഈ നാടകത്തിൻ്റെ അകത്ത് ഈ മായാ കോടാനി മുതൽ സ്റ്റാൻസാമി മുതൽ നമ്മുടെ ഗുജറാത്ത് കലാപത്തിൻ്റെ അകത്ത് ഏറ്റവും തെഹൽക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബാബു ബജറംഗി മുതൽ വലിയ വലിയ വിഷയങ്ങൾ കിടക്കുകയാണ്. അപ്പം പിക്ചർ ഇനിയും ബാക്കി കിടക്കുകയാണ്. ഇത് ഇൻ്റർവെല്ലായിട്ടേ ഉള്ളൂ. ശരിക്കുള്ള പിക്ചർ വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഇളകും എന്നുള്ള അപ്പാണ് തിരിച്ചറിയുക. ഞങ്ങളത് പുറത്ത് പൊതുവേദിയിലും കൂടി അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി അത് കൃത്യമായി മാറും. അപ്പോഴും നമ്മൾ ഉറച്ചു തന്നെ പറയുന്നു, നിങ്ങൾക്ക് ഭരണകൂട ഭീകരതയോട് ചോദ്യം ചോദിക്കാൻ ധൈര്യമുണ്ടോ, അല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? മിസ്സ വളരെ നന്ദി പ്രതികരിച്ചതിന്. ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററിൻ്റെ ഭാരവാഹികളൊക്കെ തന്നെയാണ് നമ്മൾ പ്രതികരണം നടത്തിയത്. എന്തായാലും നാടകവുമായി മുന്നോട്ട് പോകും. ഈ നിലവിൽ നടക്കുന്ന അധിക്ഷേപ പ്രചരണങ്ങളൊക്കെ തന്നെ അത് കൃത്യമായ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ നാടകം എത്തേണ്ട ഇടങ്ങളിൽ എത്തി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിച്ചത്. വിനീഷ് നോണൊപ്പം റിപ്പോർട്ടർ ശരത് SSN, റിപ്പോർട്ടർ കോഴിക്കോട്.